വയനാട് സ്ഥാനാർത്ഥിത്വത്തെപ്പറ്റി പ്രതികരിക്കാതെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. എല്ലാ ചോദ്യങ്ങൾക്കും നാളെ മറുപടി നൽകുമെന്ന് രാഹുൽ ഗാന്ധി. അതേസമയം കോൺഗ്രസ് സിഇസി യോഗത്തിന് ശേഷം നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടേക്കും. വിവരങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, രാഹുൽ ഗാന്ധി തന്റെ വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിച്ച വയനാട് സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് യാതൊന്നും പറയാതെ അത് പിന്നീട് പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. മറുപടി അങ്ങനെ നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഉടൻ തന്നെ ഒരു സിഇസി യോഗം ചേരുന്നുണ്ട്. എപ്പോഴായിരിക്കും യോഗം ആരംഭിക്കുക? ഈ യോഗത്തിന്റെ ലക്ഷ്യം എന്താണ്? പ്രിയ, അല്പസമയം മുൻപ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടപ്പോഴും വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ യാതൊരു പ്രതികരണവും നടത്താത്ത സാഹചര്യമാണ് ഉണ്ടായത്. പ്രവർത്തക സമിതി യോഗത്തിന് മുൻപും പ്രവർത്തക സമിതി യോഗത്തിന് ശേഷവും ഒക്കെ തന്നെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം അദ്ദേഹം തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയോട് ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾ ഉന്നയിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന പദ്ധതിയുടെ വിശദാംശങ്ങൾ മാത്രമേ താൻ സംസാരിക്കുകയുള്ളൂ, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ പ്രതികരണം നടത്തൂ എന്നുള്ള ഒരു നിലപാടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ മാത്രമുള്ള പ്രതികരണമാണ് നടന്നത്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഈ ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. അതുകൊണ്ട് തന്നെ പ്രവർത്തക സമിതി യോഗം പ്രധാനമായും ചർച്ച ചെയ്തത് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കാൾ അപ്പുറത്തേക്ക് കോൺഗ്രസ് അധികാരത്തിൽ എത്തിയാൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പ്രകടന പത്രികയാണ് പ്രധാനമായും ഈ പ്രവർത്തക സമിതി യോഗം പരിശോധിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ നിന്നും മനസ്സിലാകുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ മത്സരിക്കണമോ എന്നതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു ചർച്ച ഉണ്ടാകുമോ എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ നാടകീയമായി ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും ഈ പ്രവർത്തക സമിതിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം വരുന്ന മണിക്കൂറുകളിലും തുടരുമെന്നുള്ളത് ഒരു ഉറപ്പാണ്. ഏതായാലും കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ആരംഭിക്കുന്നുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഏതായാലും കേരളത്തിലെ 2 സീറ്റുകൾ, വടകര വയനാട് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ അനിശ്ചിതത്വത്തെ സംബന്ധിച്ചുള്ള വിഷയം ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ നിന്നും കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും. അങ്ങനെ ഈ ഒരു വിഷയത്തിലുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം പോകേണ്ടതായ ഒരു സാഹചര്യവും വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും വടകര വയനാട് സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനിയും വൈകുന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാണ് ഇപ്പോൾ തന്നെ. അത് വരുന്ന ദിവസങ്ങളിലും പ്രചരണ രംഗത്ത് കൂടുതൽ വലുതായി തന്നെ നിഴലിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് ഹൈക്കമാൻഡ് നേതാക്കന്മാർ ഈ ഒരു വിഷയത്തിലുള്ള അന്തിമ തീരുമാനം ഉടൻ എടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഈ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതും അതും കേരളത്തിൽ തന്നെ മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് ഹൈക്കമാൻഡിൽ തന്നെ 2 അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി BJPക്ക് ഒട്ടും സ്വാധീനമില്ലാത്ത ഒരു സംസ്ഥാനത്തിൽ വന്ന് മത്സരിക്കുന്നത് ഈ രാജ്യത്തിനാകെ തന്നെ നൽകുന്ന സന്ദേശം ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി BJP ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി നിൽക്കുന്ന ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. കേരളത്തിൽ BJP ഒരു ശക്തിയല്ല എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ഈ വിഷയത്തിലുള്ള 2 നിലപാടുകൾ എല്ലാം തന്നെ കോൺഗ്രസ് അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പരിഗണനയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനൊപ്പം തന്നെ അദ്ദേഹം ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിലൂടെ പ്രധാനമായും പറഞ്ഞ കാര്യം മിനിമം വരുമാന പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കോൺഗ്രസിന്റെ ഈ പദ്ധതിയിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു, എന്താണ് കോൺഗ്രസ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ശരിക്കും ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നതെന്നാണ് ഇന്ന് വാർത്താ സമ്മേളനം കണ്ടപ്പോൾ വ്യക്തമായത്. അതിനെക്കുറിച്ചുകൂടി വിശദാംശങ്ങൾ പറയുക. പ്രധാനമായും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം നേരത്തെ ഞാൻ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാനായിരുന്നു ചേർന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ന്യായ് എന്നുള്ള പേരിലുള്ള സ്കീം അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മിനിമം വേതനം ഉറപ്പാക്കുന്ന പദ്ധതിയായി ഈ ഒരു പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നു. അതാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഈ വാർത്താ സമ്മേളനത്തിലുടനീളം ആ പദ്ധതിയെക്കുറിച്ചുള്ള വിശദീകരണമാണ് അദ്ദേഹം നടത്തിയത്. 5 വർഷത്തോളമായുള്ള ദുരിതങ്ങൾക്ക് അവസാനമാകുന്നു എന്നുള്ള ഒരു മുഖവുരയോടുകൂടിയായിരുന്നു പ്രകടന പത്രികയിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അധ്യക്ഷനായ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അധികാരത്തിലെത്തിയിട്ടുണ്ട് എങ്കിൽ
ന്യായ് എന്ന പേരിൽ നിർധന കുടുംബങ്ങൾക്ക് പ്രതിവർഷം 72,000 രൂപ ഉറപ്പുവരുത്തുന്ന പദ്ധതി നടപ്പിലാക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് നിർധന കുടുംബത്തിന് ഒരു മാസം 12,000 രൂപ മിനിമം ഉറപ്പാക്കും. 6,000 രൂപ വരുമാനമുള്ള കുടുംബമാണ് എങ്കിൽ അവർക്ക് 6,000 രൂപ സർക്കാർ അക്കൗണ്ടിൽ നേരിട്ട് നിക്ഷേപിച്ചുകൊണ്ട് അവർക്ക് 12,000 രൂപ മിനിമം വരുമാനം ഉറപ്പാക്കും. ഇത്തരത്തിൽ ഒരു വർഷം കൊണ്ട് 72,000 രൂപ നിർധന കുടുംബങ്ങളുടെ അക്കൗണ്ടിൽ എത്തുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തെ ഏതാണ്ട് 20% വരുന്ന ഈ കുടുംബങ്ങൾക്ക് ഒരു പ്രയോജനം, ഈ ഒരു പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് 5 കോടി കുടുംബങ്ങൾക്കും 25 കോടി ജനങ്ങൾക്കുമാണ് ഈ ഒരു പദ്ധതിയുടെ ഗുണം ലഭിക്കുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് തുടക്കത്തിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുകയും പിന്നീട് ഘട്ടം ഘട്ടമായി രാജ്യമെമ്പാടും നടപ്പിലാക്കുമെന്നുമുള്ളതാണ് നടപ്പിലാക്കുമെന്നുമാണ് കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ കിസാൻ സമ്മാൻ എന്നുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിക്ക് മറുപടിയായിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതി ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും ഇത് വലിയ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉത്തരേന്ത്യയിലും അതുപോലെ തന്നെ ഗ്രാമീണ ഇന്ത്യയിൽ വലിയ ഒരു ചലനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രഖ്യാപനമായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ അതേസമയം തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ വയനാടിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് യാതൊന്നും പരാമർശിച്ചില്ല. മറിച്ച് കോൺഗ്രസിന്റെ മിനിമം വരുമാന പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ വിശദാംശങ്ങളാണ് ശരത്ത് നൽകിയത്. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് മിനിമം വരുമാന പദ്ധതിയുമായി കോൺഗ്രസ്. പാർട്ടി അധികാരത്തിൽ വന്നാൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വർഷത്തിൽ 72,000 രൂപ അക്കൗണ്ടിൽ ഉറപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി. ഏറ്റവും ദരിദ്രരായ 20% ആളുകൾക്കാണ് ഫലം ലഭിക്കുക. 6,000 മുതൽ 12,000 രൂപ വരെ പ്രതിമാസം മിനിമം വേതനം ഉറപ്പാക്കുമെന്നും രാഹുൽ അറിയിച്ചു. तो कांग्रेस पार्टी गारंटी करती है कि हिंदुस्तान के 20% सबसे गरीब परिवारों को, शौक मत होना, अभी धमाका बढ़ने जा रहा है, 20% सबसे गरीब परिवारों को हर साल 72,000 रुपए देने जा रही है। 5 करोड़ फैमिलीज, 25 करोड़ लोगों को डायरेक्ट इस स्कीम का फायदा मिलेगा. രാഹുൽ ഗാന്ധിയുടെ മിനിമം വേതന പ്രഖ്യാപനം കോൺഗ്രസിന്റെ സ്ഥിരം ഇലക്ഷൻ കാലത്തെ പ്രഖ്യാപനമെന്ന് കോടിയേരി. ഇവ കോൺഗ്രസിന്റെ മുൻകാല പ്രഖ്യാപനം പോലെയാകും. കോൺഗ്രസ് അധ്യക്ഷൻ മത്സരിക്കുന്ന സീറ്റിൽ പോലും അനിശ്ചിതത്വത്തിലാണെന്നും കോടിയേരി കോഴിക്കോട് പറഞ്ഞു. ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ കോൺഗ്രസിന്റെ ഒരു സ്ഥിരം പതിവാണ്. ഗരീബി ഹടാവോ എന്നായിരുന്നു, ദാരിദ്ര്യം ഉന്മൂലനം ചെയ്യും എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിയ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. ഇവിടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്നവരുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ദക്കാരി ഹടാവോ എന്നുള്ളതും കോൺഗ്രസിന്റെ മുദ്രാവാക്യമായിരുന്നു. തൊഴിലില്ലായ്മ തുടച്ചു നീക്കും. ഇന്ത്യയിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണം പെരുകുകയാണ് കോൺഗ്രസ് ഭരണകാലത്ത് ചെയ്യുന്നത്. ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ജോലി, ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ജോലി. ഈ മുദ്രാവാക്യങ്ങളൊക്കെ കോൺഗ്രസിന്റെ മുദ്രാവാക്യങ്ങൾ. ആ മുദ്രാവാക്യങ്ങൾക്ക് ഏറ്റ അവസ്ഥ തന്നെയാണ് ഈ മുദ്രാവാക്യത്തിനും ഈ വാഗ്ദാനത്തിനും സംഭവിക്കുന്നത്. ഇപ്പോൾ ദില്ലിയിൽ കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് या परिवार के किसी सदस्य ने लगातार उस इलाके से जीत पाई है और जीत का सेहरा बुलंद किया है। हमें यह संपूर्ण विश्वास है कि पंडित सुखराम जी के, हमारे युवा साथी आश्रय शर्मा जी के कांग्रेस पार्टी का दामन थामने से न केवल हिमाचल प्रदेश परंतु पूरे उत्तर भारत में एक बहुत बड़ी ताकत कांग्रेस के साथ जब आएगी और आज आ गई है तो बहुत बड़ी ताकत और बल कांग्रेस पार्टी को हिमाचल और पूरे उत्तर भारत में मिलने वाला है। और इसीलिए आज हिमाचल प्रदेश की हमारी प्रभारी श्रीमती रजनी पाटिल जी, हमारे विधायक दल के नेता, हमारे प्रदेश कांग्रेस कमेटी के अध्यक्ष, पंजाब से हमारी प्रभारी जो अखिल भारतीय कांग्रेस कमेटी का महत्वपूर्ण हिस्सा है आशा कुमारी जी,
अखिल भारतीय कांग्रेस कमेटी के सचिव जो प्रभारी हैं हिमाचल के, हम सब आपके बीच में पंडित सुखराम जी का, आश्रय शर्मा जी का स्वागत करने के लिए वापस कांग्रेस पार्टी का दामन थाम, क्योंकि पंडित जी का यह मानना है कि उनके मन, विचार, कर्म, धारणा में सदैव कांग्रेस रही। आज उन्होंने कांग्रेस अध्यक्ष श्री राहुल गांधी से कुछ देर पहले मुलाकात भी की आश्रय जी के साथ, और यह निर्णय किया कि वो कांग्रेस पार्टी के अंदर पूरे समर्पण भाव से कांग्रेस को बल देने और राहुल जी को और कांग्रेस को अगला प्रधानमंत्री बनाने के लिए अपनी पूरी ताकत लगाएंगे। मैं इससे पहले कि आपके प्रश्न लूं, मैं अनुरोध करूंगा हमारी प्रभारी श्रीमती रजनी पाटिल जी से कि वो आपसे कुछ कहेंगी, और उसके बाद मैं पंडित सुखराम जी से कहूंगा और फिर हम आपके सवालों के जवाब लेंगे। एक बात और मैं कहना चाहूंगा, आदरणीय साथियों और दोस्तों, यह उदाहरण है इस देश के देखने के लिए। एक तरफ वो लोग और वो ताकतें इस देश में सत्तासीन हैं जो अपने खुद की पार्टी के भीषण കോൺഗ്രസ് വക്താവ് രൺബീർ സിംഗ് സുർജേവാലയാണ് മാധ്യമങ്ങളെ കണ്ടത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കില്ലെന്ന ദേശീയ മാധ്യമങ്ങൾ. ഗ്രൂപ്പ് തർക്കത്തെ തുടർന്നാണ് രാഹുൽ ഗാന്ധിയുടെ പേര് വയനാട്ടിൽ ഉയർന്നു വന്നതെന്ന് NTTV. രണ്ടാം സീറ്റിൽ രാഹുൽ മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ഹൈക്കമാൻഡ് കരുതുന്നതായി ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രവും റിപ്പോർട്ട് ചെയ്യുന്നു. അമേഠി കൂടാതെ മറ്റൊരു സീറ്റിലേക്ക് രാഹുൽ ഗാന്ധി ഇല്ല. BJP അപ്രസക്തമായ കേരളത്തിലെ ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ഹൈക്കമാൻഡ് കരുതുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേഠിയിലെ പരാജയഭീതി എന്ന ആരോപണത്തിനപ്പുറം മുഖ്യ ശത്രു ആരെന്ന ചോദ്യമുയരും. ഇടതുപക്ഷത്തിന്റെ കേന്ദ്രമാണ് കേരളം. BJP സ്ഥാനാർത്ഥികളെപ്പോലും നിർത്താൻ ബുദ്ധിമുട്ടുന്ന സംസ്ഥാനം. ഉത്തർപ്രദേശ് അടക്കമുള്ള വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ വിജയത്തിനായുള്ള പ്രവർത്തനം വെറുതെയാകുമെന്നും ഹൈക്കമാൻഡ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നതായി ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. കേരളത്തിലെ AI ഗ്രൂപ്പ് തർക്കമാണ് രാഹുലിന്റെ പേര് വയനാട്ടിലേക്ക് വലിച്ചിഴച്ചതെന്ന് NDTV പറയുന്നു. BJPക്കെതിരായ പോരാട്ടമാണ് പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്നത്. 2014 മുതൽ അമേഠിയിലെ മുഖ്യ പ്രതിപക്ഷം BJPയാണ്. അവിടെ നിന്നും BJPക്ക് സ്ഥാനാർത്ഥി പോലുമില്ലാത്ത വയനാട്ടിലേക്ക് വന്നാൽ ഉത്തരേന്ത്യൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമെന്നും കോൺഗ്രസ് നേതൃത്വം കരുതുന്നതായി NDTV റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൂടുതൽ വിവിപാറ്റ് രസീതുകൾ എണ്ണുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടോ എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പിലെ സുതാര്യത ഉറപ്പാക്കാൻ ഒരു അസംബ്ലി മണ്ഡലത്തിലെ ഒരു ബൂത്തിലെ വിവിപാറ്റ് രസീതുകൾ എണ്ണിയാൽ മതിയെന്ന് ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുദീപ് ജെയിൻ കോടതിയെ അറിയിച്ചു. എന്നാൽ ഈ വാദത്തിന്റെ യുക്തി വ്യക്തമാക്കി വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് മുൻപായി സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ഉത്തരവിട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രോട്ടോകോളും നടപടിക്രമങ്ങളും ഒക്കെ കൃത്യമായി നവീകരിച്ചിരുന്നുവെങ്കിൽ വിവിപാറ്റ് നിർബന്ധമാക്കാൻ സുപ്രീംകോടതിക്ക് എന്തുകൊണ്ട് ഇടപെടേണ്ടി വന്നുവെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. കോടതികൾ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും നവീകരണത്തിൽ നിന്ന് മാറി നിൽക്കരുതെന്ന് കോടതി നിരീക്ഷിച്ചു. 50% വിവിപാറ്റ് എണ്ണുന്നതിലൂടെ ഫലപ്രഖ്യാപനത്തിൽ പരമാവധി 4 മണിക്കൂർ കാലതാമസം മാത്രമേ ഉണ്ടാകൂവെന്നും ഹർജിക്കാരായ 21 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ കോടതിയിൽ വാദിച്ചു. ഏപ്രിൽ 1 ഹർജി വീണ്ടും പരിഗണിക്കും. അനധികൃത ഫ്ലെക്സ് ബോർഡുകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ഹൈക്കോടതി. രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നടപടിയെടുക്കണം, ക്രിമിനൽ കേസ് എടുക്കണമെന്നും പിഴ ഈടാക്കണമെന്നും ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം. നടപടിയെടുത്തില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഉത്തരവാദികളെന്നും കോടതി. സാലി ജരികയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. സാലി, വിശദാംശങ്ങൾ. അനധികൃത ഫ്ലക്സുകൾ സംബന്ധിച്ച് ഏതാനും ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അത് മുൻപും പരിഗണിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഹൈക്കോടതി കൃത്യമായി ഇത്തരം അനധികൃതമായ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന് നിഷ്കർഷിച്ചിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്ന് വീണ്ടും കോടതിയിൽ സമാന ഹർജി വന്നത്. അപ്പോൾ കോടതി പറഞ്ഞ കാര്യം രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് ബാധകമാണ്. അതായത് അനധികൃതമായ ഫ്ലക്സ് ബോർഡുകൾ ഒരു കാരണവശാലും അനുവദിക്കാനാവില്ല. രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാപിച്ചാലും അതിനെതിരെ നടപടിയെടുക്കണം. അതിന്റെ ചുമതല ജില്ലാ കളക്ടർമാർക്കാണ്. രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാപിച്ചിരിക്കുന്ന അനധികൃത ഫ്ലക്സുകൾ നീക്കം ചെയ്ത് അവരെ തന്നെ തിരിച്ചേൽപ്പിക്കണം.
അതിനുശേഷം അവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം. ഒപ്പം തന്നെ ഈ നീക്കം ചെയ്തതിന്റെ ചെലവ് അവരിൽ നിന്ന് ഈടാക്കണം. ഒപ്പം പിഴയും ഈടാക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, സുപ്രധാനമായ കാര്യം, ഇത്തരം നടപടികൾ ചെയ്തില്ലെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉത്തരവാദികളായിരിക്കും. അവരിൽ നിന്ന് പിഴ ഈടാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരും എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫ്ലക്സുകൾക്ക് ഇത് ബാധകമാകുന്നു എന്നുള്ളതും കൂടിയാണ് പ്രശ്നം. മാത്രമല്ല, ജില്ലാ കളക്ടർമാർ ജില്ലാ വരണാധികാരികളും കൂടിയാണ്. അപ്പോൾ അവർക്ക് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധി എന്ന് പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ബോർഡുകളും കൂടി നീക്കം ചെയ്യേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് നീക്കം ചെയ്തില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ജില്ലാ വരണാധികാരികളായ ജില്ലാ കളക്ടർമാർക്കായിരിക്കും എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. ശരി, വിവരങ്ങളാണ് സാലി നൽകിയത്. BJP തങ്ങളുടെ ഡിസൈൻ മോഷ്ടിച്ചാണ് ഔദ്യോഗിക വെബ്സൈറ്റ് നിലനിർത്തുന്നതെന്ന പരാതിയുമായി വെബ്സൈറ്റ് ഡിസൈനിംഗ് കമ്പനി രംഗത്ത്. തങ്ങൾ തയ്യാറാക്കിയ ടെംപ്ലേറ്റ് പ്രതിഫലമോ പേരോ നൽകാതെയാണ് BJP ഉപയോഗിച്ചതെന്നാണ് പരാതി. അടുത്തിടെ പാർട്ടി ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു. അത് പുനഃസ്ഥാപിച്ചപ്പോൾ ഉപയോഗിച്ച ടെംപ്ലേറ്റ് മോഷണമെന്നാണ് പുതിയ ആരോപണം. ആന്ധ്രയിൽ നിന്നുള്ള വെബ്സൈറ്റ് ഡിസൈനിംഗ് കമ്പനിയായ W3 ലേഔട്ട്സ് ആണ് BJPക്കെതിരെ പുതിയ ആരോപണവുമായി രംഗത്തെത്തിയത്. ഡിസൈൻ ചെയ്ത കമ്പനിയുടെ പേരും ബ്ലാക്ക് ലിങ്കും ഒഴിവാക്കിയെന്നാണ് BJPക്കെതിരെ ഉയരുന്ന ആരോപണം. ടെംപ്ലേറ്റ് ഉപയോഗിച്ചപ്പോൾ പ്രതിഫലവും നൽകിയിട്ടില്ല. ഹാക്ക് ചെയ്യപ്പെട്ട വെബ്സൈറ്റ് കഴിഞ്ഞയാഴ്ചയോടെ വീണ്ടും പ്രവർത്തനക്ഷമമായിരുന്നു. BJPയുടെ IT സെൽ ടെംപ്ലേറ്റ് ഉപയോഗിച്ചത് മോഷണമാണെന്നാണ് കമ്പനിയുടെ വിശദീകരണം. നിർമ്മാതാക്കളുടെ പേര് പോലും നൽകാൻ പാർട്ടി തയ്യാറായിട്ടില്ലെന്നും കമ്പനി ചൂണ്ടിക്കാട്ടുന്നു. നിർമ്മാതാക്കളെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളും സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്ഥാപനത്തിന്റെ സോഴ്സ് കോഡ് തന്നെയാണ് BJP ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നത്. ഇത് വെബ്സൈറ്റിന്റെ സോഴ്സ് കോഡിൽ നിന്നും വ്യക്തമായി കാണാനും കഴിയും. നിർമ്മാതാക്കളുടെ പേര് കൂടി ഉൾപ്പെടുത്താൻ പാർട്ടി തയ്യാറാക്കണമെന്ന് സ്ഥാപനം BJPയോട് നേരത്തെ ട്വിറ്ററിൽ ആവശ്യപ്പെട്ടിരുന്നു. രാജ്യത്തിന്റെ കാവൽക്കാരനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു നേതാവിന്റെ പാർട്ടി ഇത്തരമൊരു കാര്യം ചെയ്യുന്നത് അത്ഭുതമാണെന്നും ഒരു ചെറിയ സ്ഥാപനത്തിന്റെ ചോരയും നീരുമാണ് മോഷ്ടിച്ചതെന്നും കമ്പനി ട്വിറ്ററിൽ കുറിക്കുകയും ചെയ്തു. സംഭവം പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ BJPക്കെതിരെ വലിയ തോതിലുള്ള വിമർശനവുമാണ് ഉയരുന്നത്. അതേസമയം പാർട്ടിയുടെ ഔദ്യോഗിക പ്രതികരണം ഇനിയും പുറത്തു വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക്. RSPയുടെ തട്ടകമായ ചവറയിൽ RSPയിൽ നിന്ന് കൂട്ടരാജി. നീണ്ടകര മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെ 100ഓളം കുടുംബങ്ങളാണ് RSPയിലെ അധികാര വടവലിയിലും പാർലമെന്റേറിയൻ മോഹത്തിലും പ്രതിഷേധിച്ച് പാർട്ടി വിട്ട് CPIയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ചവറ മുതൽ ചവറ വരെ നീണ്ടു നിൽക്കുന്ന പാർട്ടിയാണ് RSP എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. കേരള കോൺഗ്രസിനെ പറയുന്ന പോലെ RSP അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഈ എന്തുകൊണ്ട് RSPയുടെ ഒരു തട്ടകമായ കരിമണലിന്റെ ഭൂമിയിൽ നിന്ന് RSP ഇപ്പോൾ അതല്ല, ആ വേര് അറുത്തുകൊണ്ട് വരാൻ വേണ്ടി മാത്രമുള്ള ഒരു അത്രയും പ്രതിസന്ധി RSPയിലുണ്ടോ? സഖാവ് ബേബി ജോൺ നേതൃത്വപരമായ പങ്കുവച്ച കാലയളവിൽ 6 MLAമാരും നിരവധി പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരടക്കമാളും 2 MPമാരും അടങ്ങിയിട്ടുള്ള പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതിനെ നയിച്ചിട്ടുണ്ടെങ്കിൽ സഖാവ് ബേബി ജോണിന്റെ കാലം കഴിഞ്ഞപ്പോൾ ഇത്തരം ചിന്താഗതിക്കാരെ അധികാരം കൈയടക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അവരുടെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുവാനുള്ള പരിശ്രമവുമായി മുമ്പോട്ട് പോയതിന്റെ ഫലമാണ് ഇത്തരം ഒരു അവസ്ഥ ഈ പാർട്ടിയെ സംബന്ധിച്ചോളം വന്നു ഭവിച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. RSPക്കുള്ളിൽ, അതായത് ഈ നേതാക്കന്മാർ, RSPയിലെ നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ ഈ UDFിലേക്ക് പോയത്? എപ്പോഴും ഉണ്ടല്ലോ. അതിന്റെ യഥാർത്ഥമായ തെളിവാണല്ലോ ഷിബു ബേബി ജോൺ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത്. എപ്പോഴും പാർട്ടി കൈയടക്കുവാൻ വേണ്ടിയുള്ള പ്രേമേന്ദ്രന്റെ വളരെ മോശപ്പെട്ട അഭിപ്രായം, അല്ലെ മോശപ്പെട്ട തീരുമാനവും മോശപ്പെട്ട നീക്കവുമാണല്ലോ ഷിബു ബേബി ജോൺ ചവറ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം തോറ്റത്. ഷിബു ബേബി ജോണിന് അനുകൂലമായി പ്രേമേന്ദ്രൻ വോട്ട് പിടിച്ചിട്ടില്ല എന്ന് വ്യക്തമായ ധാരണയുള്ളവരാണ് ഞങ്ങൾ. അതിന് അടിസ്ഥാനപരമായ ഒട്ടനവധി കാരണങ്ങളുമുണ്ട്. ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടെങ്കിൽ മാത്രമേ പാർട്ടി പ്രേമേന്ദ്രന്റെ കൈക്കുള്ളിൽ അമർത്തുവാൻ കഴിയൂ എന്നുള്ള അന്ധമായ ധാരണ, അന്ധമായ തീരുമാനവുമായി മുമ്പോട്ട് പോയിട്ടുള്ള ആളാണെന്ന് വ്യക്തിപരമായി പ്രേമേന്ദ്രനോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആളെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. RSPയിൽ ഇപ്പോഴും ഇതുപോലെ നിരവധി പേരുണ്ടോ ഇങ്ങനെ ആൾക്കാർ? ഞങ്ങളുടെ കൂടെ തന്നെ ഒട്ടനേകം ആൾക്കാർ രാജിവെടുത്തിട്ടുണ്ട്. നീണ്ടകരയിൽ തന്നെ 100 കണക്കിന് ചെറുപ്പക്കാരാണ്, 100 കണക്കിന് കുടുംബങ്ങളാണ്. അതുപോലെ തന്നെ ചവറ നിയോജക മണ്ഡലത്തിൽ ആകമാനം എല്ലാ പഞ്ചായത്തിലും ഇത്തരം വിഷയങ്ങളിൽ അസഹിഷ്ണുത പൂണ്ട ഒട്ടനവധി ചെറുപ്പക്കാരും ഒട്ടനവധി കുടുംബങ്ങളും ഇപ്പോൾ
മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനമെടുത്ത് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതേസമയം ആ RSPയുടെ തട്ടകമായ ചവറയിൽ നിന്നാണ് ഇപ്പോൾ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നതും. അധികാര തർക്കമാണ് പ്രശ്നം. പ്രേമേന്ദ്രനും ഷിബു ബേബി ജോണും RSPയിൽ അധികാരം കൈയടക്കാൻ തുടങ്ങിയതാണ് RSPയുടെ പതനത്തിന് കാരണമെന്ന് വിട്ടുവന്നവർ ആരോപിക്കുന്നു. ചവറയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. സംസ്ഥാനത്ത് സൂര്യാഘാത മുന്നറിയിപ്പ് തുടരുന്നു. 11 ജില്ലകളിൽ ഇന്നും നാളെയും ചൂട് വീണ്ടും കൂടുമെന്ന മുന്നറിയിപ്പ്. 2 മുതൽ 4 ഡിഗ്രി വരെ താപനില ഉയരുമെന്നാണ് സൂചന. 11 മുതൽ ശേഷം 3 മണി വരെ ആരും സൂര്യതാപം നേരിട്ട് ഏൽക്കരുതെന്ന് ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ചൂടിനെ അതിജീവിക്കാൻ പക്ഷിമൃഗാദികൾക്ക് കുടിവെള്ളം ഒരുക്കണമെന്ന് മുഖ്യമന്ത്രിയും നിർദ്ദേശിച്ചു. കാട്ടുമൃഗങ്ങൾ നാട്ടിൽ അതിക്രമിച്ചു കടക്കാതിരിക്കാൻ വനം വകുപ്പ് മുന്നൊരുക്കം സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് നാളെയും ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 3 മുതൽ 4 ഡിഗ്രി വരെയും മാർച്ച് 27നും 28നും ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെയും ഉയരുവാൻ സാധ്യതയുണ്ട്. ഇന്നു മുതൽ 28 വരെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, മലപ്പുറം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും അറിയിച്ചു. വേനൽ മഴ അകന്നു നിൽക്കുന്നതും അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുന്നതുമാണ് സംസ്ഥാനം ചുട്ടുപൊള്ളാൻ കാരണമായത്. അന്തരീക്ഷ ഊഷ്മാവ് ക്രമാതീതമായി ഉയരുന്നതിനാലും സൂര്യാഘാതം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിലും ആരോഗ്യവകുപ്പ് വീണ്ടും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നിർജ്ജലീകരണം ഒഴിവാക്കാനായി ധാരാളം വെള്ളം കുടിക്കണമെന്ന് ജാഗ്രതാ നിർദ്ദേശം പ്രധാനമായും ആവശ്യപ്പെടുന്നു. മനുഷ്യർക്കൊപ്പം പക്ഷിമൃഗാദികളും കനത്ത ചൂടിനെ അതിജീവിക്കാൻ പ്രയാസപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു ചിരട്ടയിലോ ചെറിയ പാത്രങ്ങളിലോ വീടുകളിൽ വെള്ളം അല്പം കരുതിവെക്കുന്നത് പക്ഷിമൃഗാദികൾക്ക് ഗുണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കാട്ടിൽ അധിവസിക്കുന്ന പക്ഷിമൃഗാദികൾക്ക് വെള്ളം എത്തിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചൂട് കൂടുന്നതനുസരിച്ച് കാട്ടിൽ നിന്നും വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ആവശ്യമായ ജാഗ്രത പുലർത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.